അപ്പം നമുക്കിന്ന് ദേശീയ ജലപാതയെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇതിന് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ദേശീയ ജലപാത 2 കുറിച്ചാണ്. ബ്രഹ്മപുത്ര നദിയിലുള്ള സാദിയ മുതൽ ധൂബ്രി വരെയുള്ളത് ഏത് ജലപാതയാണെന്നാണ് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ ദേശീയ ജലപാത 2 ആണ്. എപ്പോഴും ഒരു 5 വർഷമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇനി ചിലപ്പോൾ ഓപ്ഷണലായിട്ട് ചോദിക്കാം. ഇപ്പോൾ ഇത് രണ്ടും ശരിയാണ്, ഇത് രണ്ടും തെറ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാം. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഈ 5 നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ദേശീയ ജലപാത 1 ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. അപ്പോൾ ആദ്യത്തേത് 1 എന്ന് പറയുമ്പോൾ അക്ഷരമാലയിലുള്ള അക്ഷരം ആ അല്ലേ ആദ്യം. അപ്പോൾ ആ ഹ എന്നാണ് വരുന്നത്. എന്നാലും ആ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ അത് ഏത് നദിയിലാണ്? ഗംഗാ നദിയിലാണ്. അപ്പോൾ ദേശീയ ജലപാത 1 ഗംഗാ നദിയിലെ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 1620 കിലോമീറ്റർ ദൂരം വരെയുണ്ട്. 1620 കിലോമീറ്റർ ദൂരം വരെയാണ് ദേശീയ ജലപാതയുള്ളത്. അതുപോലെ ഇനി അടുത്തത് 2 എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സാദ്യ മുതൽ ധൂബ്രി വരെയാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് ഉള്ളത് കേട്ടോ. സാദ്യ മുതൽ ധൂബ്രി വരെയാണ്. അതിൻ്റെ നീളം 891 കിലോമീറ്ററാണ്. ദേശീയ ജലപാത 3 അത് നമുക്ക് എന്തായാലും കേരളത്തിലായതുകൊണ്ട് എന്തായാലും ഓർത്തിരിക്കണം. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം. അപ്പോൾ എല്ലാത്തിലും കാ വരുന്നുണ്ട്. അപ്പോൾ കാ അങ്ങനെ പഠിച്ചോ. കേരളം, കൊല്ലം, കോട്ടപ്പുറം 3 ക. അപ്പോൾ എന്താണ്? കേരളം, കൊല്ലം, കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലാണ് 205 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ അത് ഓർത്തിരിക്കണം. ദേശീയ ജലപാത 4 എന്ന് പറയുന്നത് ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന്, ഗോദാവരിയും കൃഷ്ണ നദികളുമായി ചേർന്നിട്ട് കാക്കിനാട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ്. 1905 കിലോമീറ്ററാണുള്ളത് കേട്ടോ. ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനാട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് ദേശീയ ജലപാത 4. ഇനി ദേശീയ ജലപാത 5 എവിടെയാണുള്ളത്? പൂർവ്വതീരം കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മിണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥയാണ് 623 കിലോമീറ്റർ. ഇതധികം ചോദിച്ച് കണ്ടിട്ടില്ല, ഇനി ചോദിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ദേശീയ ജലപാത 5 ഏതാണ്? പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മിണി മുതൽ മഹാനദി ഡെൽറ്റ വരെ. മഹാനദി ലാസ്റ്റ് എവിടേക്ക് എത്തി? മഹാനദിയിലെത്തി എന്ന് ആലോചിച്ചാൽ മതി. 5 മഹാനദി, ബ്രഹ്മിണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥ 623 കിലോമീറ്റർ. അപ്പോൾ ദേശീയ ജലപാത 1 എവിടെയാണ്? ഗംഗാ നദിയിലെ അലഹബാദ് ഹാൽഡിയ വരെ. 2 നമുക്കറിയാം ബ്രഹ്മപുത്ര നദിയിലെ സദിയ മുതൽ ധൂബ്രി വരെയാണ്. 3 നമ്മുടെ കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. ജലപാത 4 എവിടെയാണ്? ഗോദാവരിയിലെ കൃഷ്ണ നദികളുമായി ബന്ധപ്പെട്ട് കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. പിന്നെ ജലപാത 5 പൂർവ്വതീര കനാലിലാണ്. ബ്രഹ്മിണി മുതൽ മഹാനദി വരെയുള്ള ഡെൽറ്റ നദി വ്യവസ്ഥയിലാണുള്ളത്.